ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാടാൻപള്ളി തൃപ്രയാർ സ്റ്റുഡിയോ ആണ് കേട്ടോ, വൈമാളിലെ. അപ്പോൾ അവിടെ നമ്മൾ വലിയ ഷോപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് പോയി നോക്കിയതാട്ടോ. അപ്പോൾ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇട്ട് നോക്കാനായിട്ട് പറ്റിയില്ല, ഒന്നോ രണ്ടെണ്ണം കൂടെ ഇട്ട് നോക്കിയിട്ടുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ ഉണ്ണിണ്ടായിരുന്ന കാരണം എനിക്കങ്ങനെ ഇട്ട് നോക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്നും. അപ്പോൾ നമ്മൾ വെറുതെ അനിയത്തീരെ കൊണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് കളക്ഷൻസൊക്കെ കാണാട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ഷോർട്ട്സിൽ പറഞ്ഞ പോലെ തന്നെ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, സാധാരണ എന്നും കിട്ടുന്ന വില തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഷോപ്പിൽ പോയിട്ടുള്ളത്. സ്റ്റുഡിയോയിലാകെ ഞാനൊരു ഷോപ്പിൽ പോയിട്ടുള്ളത് ഈ വൈമാളിൽ മാത്രമാണ് കേട്ടോ. തൃശ്ശൂരത്തെ ഷോപ്പൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, ഒന്നിൻ്റെയും ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ പോലും കയറിയിട്ടില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡിയോ ഇത് വലുതാക്കിയപ്പോൾ ഒരുപാട് കളക്ഷൻസ് തോന്നിയിട്ടോ. റേറ്റും അതെ, നമുക്ക് ഇത്രയും റേറ്റല്ലേ വരുന്നുള്ളൂ. നല്ല തുണിയാണ്. അപ്പോൾ എല്ലാതും നല്ലതാണ്. ഈ ചപ്പൽസിൻ്റെ ഒക്കെ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയത് അവർ സ്റ്റുഡിയോയുടെ തന്നെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബ്രാൻഡിൽ തന്നെ, സ്റ്റുഡിയോ എന്നുള്ള ബ്രാൻഡിൽ തന്നെ. ഇതൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം പോയപ്പോഴാട്ടോ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളുടെയൊക്കെ കണ്ടില്ലേ, 199 രൂപയുടെയും അതുപോലെ 149-ൻ്റെയൊക്കെ ഞാൻ ഇടയ്ക്ക് എൻ്റെ മക്കൾക്ക് എടുക്കാറുള്ളത് കേട്ടോ, ഈ കുഞ്ഞു ബനിയനുകളൊക്കെ ഇല്ലേ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവുണ്ടായിരുന്നുള്ളൂ, പേരിന് എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇപ്പോൾ പോയപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല തുണിയാണ്, മെറ്റീരിയലും നല്ലതാണ്. എനിക്ക് ഒരുപാട് ടോപ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറേയൊക്കെ വലിച്ച് എടുത്ത് ട്രയൽ റൂമിൽ പോയിട്ടാണ്. പക്ഷെ ഒന്നും ഇട്ട് നോക്കാൻ പറ്റിയില്ല, ആകെ 2 ഇട്ട് നോക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ മോള് കരഞ്ഞ് ആകെ ബഹളമായി ആയപ്പോൾ കൊണ്ടുപോയതൊക്കെ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് തിരിച്ചു കൊടുത്തു. നേരെ ഇങ്ങോട്ട് പോരാ ചെയ്തത് കേട്ടോ. പക്ഷെ നല്ല നല്ല ടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതിനൊക്കെ ഇത്രയും റേറ്റല്ലേ വരുന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ കർണാടക കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ പോലെ പ്രാന്തമുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുപോലെ ഒന്നില്ലെങ്കിൽ സെൽഫി എടുക്കുക അല്ലെങ്കിൽ കണ്ണാടയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതുപോലെ ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാലും അത് വെച്ച് നോക്കൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതുപോലെ ഈ ബ്ലൂ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഇതും അത് ഇട്ടിട്ട് നല്ല എന്തെന്ന് പറയുക, നമുക്കൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഞാനത് എടുത്തില്ല. ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ നെക്കൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ 1000 ആ റേറ്റിലാട്ടോ. അതുപോലെ നെയിൽ പോളിഷ് അതൊക്കെ തുടങ്ങുന്നത് നല്ല കളേഴ്സാണ് കേട്ടോ ഉള്ളത്. അതൊക്കെ 79 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഒരുപാട് ലിപ്സ്റ്റിക്ക്, പിന്നെന്താ ലിപ് ബാം, കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ സെക്ഷനിൽ എന്തോ കാലിയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഇനി സെയിലായി പോയതാണോ എന്താ സംഭവം എന്നറിയില്ല. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ചപ്പൽസിൻ്റെ കളക്ഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാതും. അതുപോലെ എനിക്ക് എല്ലാതും ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ കയ്യിൽ കുഞ്ഞി പെണ്ണുള്ള കാരണം എന്താ പറയുക, ഒക്കെ എന്നെ നോക്കി വീഡിയോ എടുത്ത് പോരാ എന്ന് നടത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും പോകുമ്പോൾ ഉണ്ണീനില്ലാണ്ട് പോകുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മൾ തൃപ്രയാർ ഈ ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൃപ്രയാർ വൈമാളിൽ പോകുമ്പോൾ എന്തായാലും സ്റ്റുഡിയോയിലൊന്ന് കയറി നോക്കട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ.